നമസ്കാരം, എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ 5ാമത്തെ പാഠമായ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിലെ പാർട്ട് 3. ഈ ചാപ്റ്ററിന്റെ പേരിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ പാർട്ട് 1ഉം 2ഉം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്റർമോളിക്കുലർ ഫോഴ്സിനെ കുറിച്ചും ഗ്യാസ് സ്റ്റേറ്റിനെ കുറിച്ചും ഓൾറെഡി ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് ഗ്യാസസ് ലോയെ കുറിച്ചാണ്. ഗ്യാസസ് ലോ തുടങ്ങാം. നമുക്ക് ഒന്നാമത്തെ ലോ പഠിക്കാം, ബോയിൽസ് ലോ. നിങ്ങൾ പഠിച്ചിട്ടുള്ള ലോ ആണ് ബോയിൽസ് ലോ. നോക്കിയാണേ, അതിന് മുമ്പ് പറഞ്ഞിട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് എടുക്കുകയാണേ. പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ്, ഇതാണ് സിലിണ്ടർ. രണ്ടെണ്ണം എടുത്തേ. ഓക്കെ, നോക്കിയോ, ഇതാണ് പിസ്റ്റൺ. നോക്കിയാണേ, ഈ സിലിണ്ടറിനകത്തൂടെ ഈ പിസ്റ്റൺ എന്ത് ചെയ്യാൻ പറ്റും? താഴോട്ടും മുകളിലോട്ടും പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ രണ്ട് അവസ്ഥയാണ് വരച്ചിരിക്കണം. ഒന്ന് പിസ്റ്റൺ മുകളിലിരിക്കുന്ന അവസ്ഥയും ഒന്ന് പിസ്റ്റൺ താഴെ ഇരിക്കുന്ന അവസ്ഥയാണ് വരച്ചിരിക്കുന്നത്. നോക്കിയാണേ, ഞാൻ ഇതിനകത്തൊരു കുറച്ച് ഗ്യാസ് ഇട്ടു. ഇട്ട് നോക്കിയോ, ഈ പിസ്റ്റൺ മുകളിൽ ഇരിക്കുക എന്ന് വെച്ചാൽ അർത്ഥം ഞാൻ പ്രഷർ കുറയ്ക്കാന്ന് അർത്ഥം. അതായത് എപ്പോഴാണോ ഞാൻ പ്രഷർ കൊടുത്ത് പിടിച്ച് താക്കുന്നത് അപ്പോൾ മാത്രം എന്ത് ചെയ്യുള്ളൂ, ഇത് താഴോട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ പ്രഷർ കൊടുത്താലേ താഴോട്ട് വരത്തുള്ളൂ. പ്രഷർ റിലീസ് ചെയ്ത് എന്ത് ചെയ്യും? പക്ഷെ കുറയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് മുകളിലോട്ട് പോകും. കാര്യം മനസ്സിലായല്ലോ? അപ്പൊ നോക്കിയോ, നോക്ക്, ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത് മുകളിലിരിക്കണേ, അതായത് ഇവിടെ പ്രഷർ കുറവ് ആണല്ലോ. പ്രഷർ ഇവിടെ കുറവ്. നോക്ക്, പ്രഷർ കുറഞ്ഞിരിക്കുന്ന ഈ അവസ്ഥയിൽ ഈ സിലിണ്ടറിൽ ഇതാ ഇത്രയും വോളിയം ഉണ്ട്. ഓക്കെ, ഞാൻ പ്രഷർ കൊടുത്ത് ഇതിനെ പിടിച്ച് താക്കാൻ പോവുകയാണ്. താഴ്ത്ത് അതാ ഇവിടെ കൊണ്ടുവച്ച്. അപ്പൊ നമുക്ക് വോളിയം ഇത്രയേ ഉള്ളൂ അല്ലേ? ഞാൻ പ്രഷർ കൊടുക്കുന്നതിന് മുമ്പ് ഇത്രയും വോളിയം ഉണ്ടായിരുന്നു. പ്രഷർ കൊടുത്ത് ആ പിസ്റ്റൺ താത്താത്തപ്പോ എന്ത് ചെയ്ത്? വോളിയം കുറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു ഗ്യാസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പ്രഷർ കൊടുക്കും തോറും എന്ത് ചെയ്യും? വോളിയം കുറയുകയാണ് ചെയ്യണേ അല്ലേ? പ്രഷർ കൂട്ടി കഴിയാൻ ചെയ്യും, വോളിയം കുറയും. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മാറ്റാൻ പാടില്ല. പിന്നെ അകത്തുള്ള നമ്പർ ഓഫ് മോൾസ് മാറോ? അതായത് അതിനകത്ത് നടക്കുന്ന പാർട്ടിക്കിൾ എണ്ണം കൂടുവോ കുറയോ? ഇല്ല, അതെല്ലാം അകത്തല്ലേ ഇരിക്കുന്നേ. അപ്പൊ പാർട്ടിക്കിൾ എണ്ണം കുറയത്തുമില്ല കൂടത്തുമില്ല. അപ്പൊ കോൺസ്റ്റന്റ് നമ്പർ ഓഫ് മോൾസ്. അപ്പൊ എന്ത് പറയാം? ഇതാണ് എന്ത് ലോ പറയണേ? ബോയ്സ് ലോ പറയണേ. ഞാൻ ടെമ്പറേച്ചർ മാറ്റാൻ പാടില്ല, നമ്പർ ഓഫ് മോൾസ് മാറ്റാൻ പാടില്ല എന്നീ അവസ്ഥയിലാണെങ്കിൽ പ്രഷർ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ വോളിയം എന്ന് പറഞ്ഞ പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പ്രഷർ കൂടിയ വോളിയം കുറയും, അല്ലെങ്കിൽ പ്രഷർ കുറഞ്ഞ വോളിയം കൂടും അല്ലേ? ഇവിടെ താഴെ എഴുതിക്കണേ അല്ലെ, ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ അല്ലേ? അതിനർത്ഥം ഈ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഇത് കുറയും, അല്ലെങ്കിൽ ഈ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഇത് കുറയും. ഓക്കെ, ഇതാണ് എന്ത് പറയണേ? ബോയിൽസ് ലോ പറയണേ. നീ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും അതുപോലെ നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. പ്രഷർ കൂടിയ വോളിയം കുറയും, പ്രഷർ കുറച്ച വോളിയം കൂടും. ഇതാണ് ബോയിൽസ് ലോ. ഓക്കെ, ഇങ്ങനെ പറയാം, പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ഇതൊക്കെയാണേ. അറ്റ് എന്താണ് പ്രത്യേകത? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും ടിയും n ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഈ സമയത്താണ് എന്ത് ചെയ്യണേ? നമ്മൾ ഈ പറയുന്ന ലോ ബാധകമാവുന്നത്. പി ഈസ് ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ടു വോളിയം. ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പലെ മാറ്റാനായിട്ട് ഞാൻ എന്തെന്നറിയാമോ? ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റന്റ് ആണ് K1. അപ്പൊ നമുക്ക് ഈ പോയി 1/v K1 into 1/v. അപ്പൊ പ്രഷർ ഈക്വൽ ടു K1/v എന്ന് കിട്ടും. പ്രഷർ ഈക്വൽ ടു K1/v. K1 എന്താണ്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ആരൊക്കെ ഡിപെൻഡ് ചെയ്യും? നമ്മൾ ടെമ്പറേച്ചറിനെ ഡിപെൻഡ് ചെയ്യും, നമ്മൾ ആ നമ്പർ ഓഫ് മോൾസിനെ ഡിപെൻഡ് ചെയ്യും, ഏത് ഗ്യാസ് ആണ് അതിനെ ഡിപെൻഡ് ചെയ്യും. ഓക്കെ, അതിനെ ഡിപെൻഡ് ചെയ്യും. അപ്പൊ പ്രഷർ ഈക്വൽ ടു ഞാൻ പറഞ്ഞു, പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈക്വൽ സിമ്പിൾ കൊണ്ടുവരണം. അങ്ങനെ ഈക്വൽ സിമ്പിൾ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ P ഈക്വൽ ടു K1 into 1/v. അപ്പൊ K1/v എന്ന് വരും. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെങ്ങോട്ട് ഉണ്ടാവും, വോളിയം ഇപ്പുറത്ത് ഉണ്ടാവുമ്പോൾ സംഭവിക്കും P into V ഈക്വൽ ടു K1 എന്ന് കിട്ടും അല്ലേ? ഇത് താഴെ കിടക്കണേ, അപ്പുറത്ത് എന്താവും? P into V ആവൂലേ? P into V ഈക്വൽ ടു കോൺസ്റ്റന്റ്. നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം? മാത്തമെറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാം. ആരെ? ബോയിൽസ് ലോയെ. ഓക്കെ, P into V ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. എപ്പോഴാണ്? ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് P into V equal to a constant. ഇനി നോക്കിയോ, ഞാനൊരു ഗ്യാസ് എടുത്തു. ഓക്കെ, ഞാനൊരു ഗ്യാസ് എടുത്തു, ഒരു ഗ്യാസ് കൺസിഡർ ചെയ്യാൻ പോവുകയാണ്.
ആ ഗ്യാസിന്റെ അപ്പോഴത്തെ പ്രഷർ P1 ഉം ആ സമയത്തുള്ള വോളിയം V1 ആണെന്ന് സങ്കല്പിച്ചോളൂ. ഓക്കെ, ഒരു ഗ്യാസ് എടുത്തു, ആ ഗ്യാസിന്റെ ആ സമയത്തുള്ള ഞാൻ പറയുന്ന ആ സമയത്ത് പ്രഷർ P1 വാല്യൂ ആണ്, വോളിയം V1 വാല്യൂ ആണ്. കുറെ കഴിഞ്ഞ് എന്താ അറിയാമോ, ഞാൻ പ്രഷറോ വോളിയം എന്തോന്ന് മാറ്റി, അപ്പൊ കറസ്പോണ്ടിങ് മറ്റത് മാറുമല്ലോ. ഞാൻ എന്താ പ്രഷർ മാറ്റി P2 ആക്കി, സ്വാഭാവികം എന്ത് ചെയ്യും, വോളിയം മാറും, വോളിയം V2 ആവും. ഞാൻ പറഞ്ഞ് ഈ വാല്യൂ എന്തായിരിക്കണം, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കുമല്ലോ. ആ ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ആ കോൺസ്റ്റന്റ് നമുക്ക് K എന്താണ് എടുക്കാം. അപ്പൊ നമുക്ക് P1 V1 ഈക്വൽ ടു P2 V2, P1 V1 ഈക്വൽ ടു P2 V2. ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക, കാരണം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യം വരും. അതാ എന്ത് ചെയ്യാം, P1 ഇതിപ്പോ എന്താ P1 ബൈ P2 ഈക്വൽ ടു V2 ബൈ V1. ഇതും പഠിച്ചു വെക്കുക. ഒന്നെങ്കിൽ ഇത് മാത്രം പഠിച്ചാൽ മതി, ഇത് നമുക്ക് ഇവിടെ ഉണ്ടാക്കി എടുക്കാന്നല്ലേ ഉള്ളൂ. ഓക്കെ, ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. P1 V1 ഈക്വൽ ടു P1 V1 ഈക്വൽ ടു P2 V2. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക, പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ആവശ്യം വരും. ഓക്കെ, ബാക്കി നോക്കാം. ബാക്കിയാണേ, നമുക്ക് ഗ്രാഫ് നോക്കാം. ഗ്രാഫ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ +1 പഠിക്കുന്ന സമയത്ത് ഓണപരീക്ഷയ്ക്കാണ് +2 പരീക്ഷയ്ക്കാണ് ഓർമ്മയില്ല, ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചിരുന്നു. അന്നത്തെ എന്റെ ബുദ്ധി കൂടുതൽ കൊണ്ട് തെറ്റിച്ചു. പക്ഷെ അതുകൊണ്ട് ഞാൻ ഓർമ്മിച്ചിരിക്കും. എല്ലാ പ്രാവശ്യം ഞാൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും പറയും ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ട് ചോദിക്കണം. കാരണം ഞാൻ തെറ്റിച്ചോണ്ട് എനിക്ക് ഓർമ്മയുണ്ടാണ്. നോക്കേണ്ട, നമ്മുടെ ഗ്രാഫ് എന്താണ്, P is inversely proportional to volume എന്നല്ലേ പറഞ്ഞേ അല്ലേ. അപ്പൊ നമുക്ക് വരയ്ക്കാം, പിയും ബിയും തമ്മിലാണ് വരയ്ക്കാൻ പറയണമെങ്കിൽ, പിയും ബിയും തമ്മിലാണ് വരയ്ക്കാൻ പറയണമെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ് അല്ലേ. അപ്പൊ എങ്ങനെ വരും, ഗ്രാഫ് ഇങ്ങനെ വരും. ഇങ്ങനെയാണ് വരയ്ക്കാൻ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ് വരയ്ക്കാനുള്ളത് ഇങ്ങനെയാണ്. ഓക്കെ, ഇതൊരു ടെമ്പറേച്ചർ T, ഏതൊരു ടെമ്പറേച്ചർ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ്. ഇനി ടെമ്പറേച്ചർ കൂട്ടി വേറെ ടെമ്പറേച്ചർ ആണെങ്കിൽ എന്ത് ചെയ്യും, ഗ്രാഫ് വേറെ മുകളിൽ പോകും. T2 എടുക്കാം, ഇത് T1. വീണ്ടും എടുക്കണമെങ്കിലോ ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുകളിൽ പോകും. ഉദാഹരണത്തിന് T1 ഒരു 100 ഉണ്ടെന്ന് വെച്ചോ, 100 കെൽവിൻ ആണെങ്കിൽ T2 എത്ര ആയിരിക്കും, ഒരു 200 കെൽവിൻ ആക്കാം. T3 ആണെങ്കിൽ ഒരു 300 കെൽവിൻ ആക്കാം. അപ്പൊ ഓർത്ത് വെച്ചോ, ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ചാണ് ഗ്രാഫിന്റെ പൊസിഷൻ കൂടി പറഞ്ഞത്. കേട്ടോ, മുകളിലോട്ട് പറഞ്ഞ എപ്പോഴാണ്, ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ചാണ്. ഈ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ഐസോതേം. ഈ ഗ്രാഫിനെ വിളിക്കുന്ന പേരല്ല ശരിക്കും. നോക്കിയാണെ, നമ്മൾ ടെമ്പറേച്ചറിനെ അല്ലേ കോൺസ്റ്റന്റ് ആക്കി വെച്ചേക്കണേ അല്ലേ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുന്ന ഈ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ഐസോതേം. അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഐസോ മീൻസ് സെയിം, തെർമ് മീൻസ് ടെമ്പറേച്ചർ. സെയിം ടെമ്പറേച്ചറിൽ വരയ്ക്കുന്ന ഗ്രാഫ്. ഓക്കെ, അണ്ടേ ഇത് എവിടെ, ഈ പൊസിഷൻ എടുത്തിരിക്കുന്നത് 100 കെൽവിൻ ടെമ്പറേച്ചറിന്റെ ആണ്. ഇത് 200 കെൽവിൻ ടെമ്പറേച്ചർ ആണ്. ജസ്റ്റ് വരയ്ക്കണം, നിങ്ങളുടെ വാല്യൂ നോക്കണ്ട, ഓർത്ത് വയ്ക്കുക. T1 ആണ് ഏറ്റവും കുറവ്, T2 മുകളില്, T3 അതിനെക്കാളും മുകളില്. ഓക്കെ, ഈ രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാം, ഗ്രാഫ് വരയ്ക്കാം. അതല്ല ഇതാ ഈ പ്രൊപ്പോർഷണൽ ഗ്രാഫിന് അതേപോലെ വരയ്ക്കാം. എങ്ങനെ വരയ്ക്കുന്നൊക്കെയാണേ, പിയും 1/v എടുക്കുകയാണെന്ന് വെച്ചോ, പിയും 1/v അങ്ങനെയാണ് ഗ്രാഫ് എടുക്കണമെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഫ്രം ദ ഒറിജിൻ സ്റ്റാർട്ട് ചെയ്യും, എവിടെ സ്റ്റാർട്ട് ചെയ്യും, ഒറിജിൻ സ്റ്റാർട്ട് ചെയ്യും, ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇത് ടെമ്പറേച്ചർ T1, അതിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചർ എടുക്കണമെങ്കിൽ ഗ്രാഫ് കുറച്ചുകൂടെ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, T2 ആവും. പിന്നെ ടെമ്പറേച്ചർ കൂടി എന്ത് ചെയ്യും, T3. ഇത് ഏറ്റവും വലുതാരാണ്, T3 ഏറ്റവും വലുത്. ഞാൻ പറഞ്ഞ് ടെമ്പറേച്ചർ കൂടുതൽ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ബാക്കി നോക്കാം. ബാക്കിയാണേ. ഓക്കെ, നമ്മൾ 2 ഗ്രാഫും കണ്ടു. ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സാമിന് ചോദിച്ചതാണ് എടുക്കുക. ഞാൻ പഠിച്ച സമയത്ത് ചോദിച്ചതാണ്, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വയ്ക്കും. ശരി, ബാക്കി നോക്കാം. ബാക്കി നോക്കാന്ന് പറഞ്ഞാൽ നോക്കിയാണേ, നമ്മൾ ഈ ബോയ്സ് ലോ കണ്ടെന്താണ്, പ്രഷർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം കണ്ടല്ലേ, ആണല്ലോ. അഥവാ P × V = K1 ഒരു കോൺസ്റ്റന്റ് ആണെന്ന് കണ്ടു. ഇതിവിടെ നിൽക്കട്ടെ. നോക്കിയാണേ, ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം, പ്രഷർ കൂടിയ വോളിയം കുറയുന്ന മനസ്സിലാക്കാം, ആണല്ലോ. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഡെൻസിറ്റിയോ, ഡെൻസിറ്റി ആലോചിക്കുകയാണ്. ഡെൻസിറ്റി എന്താണെന്ന് ഞാൻ ഓൾറെഡി ഗ്യാസ് സ്റ്റേറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. തൽക്കാലം ഇവിടെ മാസ് ബൈ വോളിയം ഞാൻ ഓൾറെഡി എന്താണ് ഡെൻസിറ്റി എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഗ്യാസ് സ്റ്റേറ്റിൽ. കാണാത്തവർ കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വോളിയം കുറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും, വോളിയം കുറയല്ലേ. അപ്പൊ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ വോളിയം കുറയുമ്പോൾ എന്ത് ചെയ്യും, ആദ്യം ഉണ്ടായിരുന്ന എത്ര മാസമാണോ അതേ മാസല്ലേ കുറഞ്ഞ വോളിയത്തിൽ നിൽക്കുന്നേ. അപ്പൊ ഡെൻസിറ്റി കൂടുതലേ ഇല്ലേ.
നോക്കിയാണേ പ്രഷർ ആദ്യം കുറച്ച് വെച്ചിരുന്ന അതേ സാധനത്തിനെയാണ് എന്ത് ചെയ്തത്, പ്രഷർ കൂട്ടി വോളിയം കുറച്ചത്. അപ്പൊ ആദ്യം എത്ര മാസ് ഉണ്ടായിരുന്നോ അതേ മാസ് തന്നെയല്ലേ കുറഞ്ഞ വോളിയത്തിൽ ഇരിക്കുന്നത്. അപ്പൊ ഡെൻസിറ്റി കൂടിയില്ലേ, ഡെൻസിറ്റി കൂടും. ഓക്കെ, പ്രഷർ കൂടി കഴിഞ്ഞാൽ ഡെൻസിറ്റി കൂടും, അത് പറയാൻ വന്നത്. മാത്രമല്ല ഈ ലോയിൽ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാം, ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ അല്ലേ. ഗ്യാസസ് ഹൈലി കംപ്രസിബിൾ ആണ്. കാരണം എന്താണ്, പ്രഷർ കൂടുമ്പം വോളിയം കുറയണല്ലേ. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണോ അതേ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണ് എന്ത് ചെയ്യണേ, വീണ്ടും കംപ്രസ് ചെയ്ത കുറഞ്ഞ വോളിയത്തിൽ ഇരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ ഡ്യൂ ടു എന്താ അടിസ്ഥാനത്തിലാണ്, ബോൾസ് ലോ അടിസ്ഥാനത്തിൽ. അപ്പൊ നമ്മുടെ ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം, ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഇവിടുന്ന് വോളിയം പറ, വോളിയം ഈക്വൽ ടു K1 by P. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വി കൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം K1 by P, K1 by P, മാസ് ബൈ അല്ലെങ്കിൽ മാസ് ഇൻറ്റു P by K1 ആണല്ലോ. മാസ് ഇൻറ്റു തിരിച്ചോട്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, മാസ് ഇൻറ്റു P by K1. അപ്പൊ പറയാം ഡെൻസിറ്റി ഈക്വൽ ടു M by K1 ഇൻറ്റു P എന്ന് പറയാമല്ലോ. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക, ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ K1 ഇൻറ്റു P. അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ മാത്രമൊന്നുമല്ല, ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം നിങ്ങൾക്ക് അറിയാം, V ഈക്വൽ ടു K1 ബൈ P നിങ്ങൾക്ക് അറിയാം. എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തരുന്ന ക്വസ്റ്റ്യനിൽ പരീക്ഷയ്ക്ക് എന്തൊക്കെ ടേംസ് ആണ് തരുന്നത് അതനുസരിച്ച് ഇക്വേഷൻ ഉണ്ടാക്കി കണ്ടുപിടിക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, പക്ഷെ ലാസ്റ്റ് ചെയ്യാം. എല്ലാ ലോയും കഴിഞ്ഞിട്ട് എല്ലാ ലോയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. ഓരോ എക്സാമ്പിൾ ചെയ്തു തരാം, ലാസ്റ്റ് എടുക്കാം. ഓക്കെ, ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, പക്ഷെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എഴുതൂല. അതുകൊണ്ടാണ് അതും കൂടെ പറഞ്ഞുതരാം. നോക്കിയാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ് പ്രഷർ കൂടി എന്ത് ചെയ്യും, ഡെൻസിറ്റി കൂടുമെന്ന് പറഞ്ഞില്ലേ. നമുക്ക് എന്ത് പറയാം, പ്രഷറും ഡെൻസിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം അല്ലേ. അത് ചിലപ്പോൾ പ്രൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പ്രൂവ് എന്ന് പറഞ്ഞുതരാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇതെല്ലാം നമുക്ക് അറിയാമല്ലോ. ഇവിടെ നമുക്ക് ഡെൻസിറ്റി ഈക്വൽ ടു M by K1 into P, M by K1 into P എന്ന് കിട്ടിയില്ലേ. ഓക്കെ, എന്ന് കിട്ടിയില്ലേ. ഇവിടെ നോക്ക്, മാസ് കോൺസ്റ്റന്റ് അല്ലേ, മാറില്ലല്ലോ, മാറില്ല. K1 ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ രണ്ട് കോൺസ്റ്റന്റോടെ ചേർത്ത് ഞാൻ ഒരു പുതിയ കോൺസ്റ്റന്റ് എടുക്കുകയാണ്, K dash into P. ഡെൻസിറ്റി ഈക്വൽ ടു K dash into P. ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു കോൺസ്റ്റന്റ് into P അല്ലേ, അപ്പൊ ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. പറഞ്ഞൂടെ അല്ലേ. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യണം, അതുപോലെ എഴുതിയിരിക്കണേ അല്ലേ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. അഥവാ പ്രൂവ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഡെൻസിറ്റിയും പ്രഷറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇതുപോലെയാണ് പ്രൂവ് ചെയ്യാൻ. ഡെൻസിറ്റി എഴുതാൻ മാസ് ബൈ വോളിയം എഴുതുക, ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ K1 into P, K1 by P എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, M by K1 into P വരും. സോ അതെന്ന് പറഞ്ഞാൽ M by K1 ഒരു കോൺസ്റ്റന്റ് ആണ്. സോ പുതിയ കോൺസ്റ്റന്റ് ഇടുന്ന K dash into P, ഡെൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു P. ഓക്കെ, ഇത് ജസ്റ്റ് പ്രൂവ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞ ഡെൻസിറ്റി പ്രഷർ കൂടുന്നതനുസരിച്ച് കൂടുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞതാണ്. പ്രൂവ് ചെയ്യാൻ വെച്ചാൽ ഇങ്ങനെ പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ലോയിലോട്ട് പോകാം. നോക്കിയാണേ ചാൾസ് ലോ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം ചാൾസ് ലോ. ചാൾസ് എന്ന വ്യക്തിയില്ലേ, എന്ന സയന്റിസ്റ്റ് ഹോട്ട് എയർ ബലൂണിന് കൂടുതൽ ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ടാണ് കുറെ പരീക്ഷണം നടത്തി. ഇങ്ങനെ പരീക്ഷണം നടത്തിയ സമയത്താണ് അദ്ദേഹം എന്ത് ചെയ്യണേ, ഈ പറഞ്ഞ ചാൾസ് ലോയിലോട്ട് വന്ന് എത്തണേ. ഓക്കെ, അദ്ദേഹം കണ്ട കാഴ്ച ഇതാണ്. നോക്കിയാണേ, ഒരു 0 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന ഒരു ഗ്യാസ് ഉണ്ടെന്ന് വെച്ചോ, ഒരു ഗ്യാസ് ഉണ്ട്. ആ സമയത്ത് ആ ഗ്യാസിന്റെ വോളിയം V0 ആണ് സങ്കല്പിക്കുക. ഓക്കെ, 1 ഡിഗ്രി ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്താവും, 1 ഡിഗ്രി സെൽഷ്യസ് ആവും ആണല്ലോ. ആ സമയത്ത് ഇതിന്റെ വോളിയം ഇല്ലേ, V0 നിന്നും 1/273.15 ടൈംസ് V0 ആയിട്ട് കൂടും. അതായത് ഇത്രയും കൂടെ എന്ത് ചെയ്യും, കൂടും. അതായത് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഭാഗം 1/273.15 ടൈംസ് എന്ത് ചെയ്യും, V0 നിന്നും കുറച്ചുകൂടെ കൂടും, പ്ലസ് V0. ഓൾറെഡി V0 ഉണ്ട്, അതിന്റെ കൂടെ എന്ത് ചെയ്യും, ഈ V0യുടെ 1/273.15 ടൈംസ് എന്ത് ചെയ്യും, കൂടും. ഇതാണ് അദ്ദേഹം കണ്ട. അതായത് ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് ചെയ്യും, വോളിയം കൂടുന്നുണ്ട്. എത്രമാത്രം കൂടുന്നുണ്ട്, ആദ്യത്തെ വോളിയം പിന്നെ അതിന്റെ കൂടെ എന്ത് ചെയ്യും, V0/273.15 ടൈംസ് എന്ത് ചെയ്യും, കൂടുന്നുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഓക്കെ, ബാക്ക് പറയാനുണ്ട്. നോക്കിയോ, അപ്പോഴേ ആദ്യം 0 ഡിഗ്രി സെൽഷ്യസിൽ വോളിയം V0 ആണ് സങ്കല്പിക്കും. ഓക്കെ, അതുപോലെ T ഡിഗ്രി സെൽഷ്യസ് ആയി, അതായത് ടെമ്പറേച്ചർ കൂട്ടി ഇത്രയൊരു വാല്യൂ T ഡിഗ്രി ആയി. ആ സമയത്ത് എന്താവും, വോളിയം VT ആവും ആണല്ലോ.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജനറൽ ആയിട്ട് എഴുതാം. വി ടി എന്ന വോളിയം എന്ന് പറയുന്നത് ആദ്യം V0 കാണും. V0 കൂടെ എന്ത് ചെയ്യും, V0 കൂടെ ഈ T ബൈ ആ ടെമ്പറേച്ചർ ബൈ 273.15 ഇൻറ്റു V0 എന്ന് കിട്ടൂലേ. കാരണം എന്താണ്, 1 ഡിഗ്രി കൂടുമ്പം 273.15 ഇൻറ്റു V0 ടെമ്പറേച്ചർ അധികമാകും. അപ്പൊ T ഡിഗ്രി കൂടുമ്പോ T ബൈ 273.15 ഇൻറ്റു V0 എന്നാവൂലേ. ഇവിടെ രണ്ടിടത്ത് V0 ഇല്ലേ, V0 കോമൺ എടുക്കാം. V0 കോമൺ എടുത്താ 1 പ്ലസ് T ബൈ 273.15 കിട്ടും ആണല്ലോ. ഇനി നമുക്ക് എന്താണ് വി ടി ഈക്വൽ ടു ഇവിടെ 1 പ്ലസ് T ബൈ 273.15 അല്ലേ, ഇതിന് എങ്ങോട്ട് LCM എടുക്കാം. സോ V0 ഇൻറ്റു 273.15 പ്ലസ് T ഡിവൈഡ് ബൈ 273.15. ഓക്കെ, ഈ വാല്യൂ ഓർത്ത് വയ്ക്കുക. ഓക്കെ, കാരണം എനിക്ക് സ്ഥലമില്ല, മാറ്റി. Vt ഈക്വൽ ടു V0 ഇൻറ്റു 273.15 പ്ലസ് T ഡിവൈഡ് ബൈ 273.15. നമുക്ക് ഈ അവസ്ഥയിൽ നമുക്കൊരു പുതിയ ടെമ്പറേച്ചർ സ്കെയിൽ കണ്ടുവരാം. ആ ടെമ്പറേച്ചർ സ്കെയിലാണ് കെൽവിൻ ടെമ്പറേച്ചർ സ്കെയിൽ. കെൽവിൻ ടെമ്പറേച്ചർ സ്കെയില് സൂചിപ്പിക്കുന്ന സിമ്പൽ K ആണ്. കെൽവിൻ ടെമ്പറേച്ചർ സ്കെയിൽ. ഓക്കെ, T ഇവിടെ നോക്കാം 273.15 പ്ലസ് T, അതാണെന്ത് നമ്മുടെ കെൽവിൻ ടെമ്പറേച്ചർ സ്കെയിൽ. അതായത് നമ്മുടെ ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ പ്ലസ് 273.15, അതാണെന്ത് നമ്മുടെ കെൽവിൻ ടെമ്പറേച്ചർ സ്കെയിൽ. നമുക്ക് Tക്ക് 0 എടുത്ത് വെക്കാണ്. Tക്ക് 0 എടുത്താൽ 273.15 പ്ലസ് 0 വരും. അപ്പൊ അത് ആണെന്ത് T0 എന്ന് പറയുന്നത്. അതായത് കെൽവിൻ ടെമ്പറേച്ചർ സ്കെയിലില് സെൽഷ്യസ് സ്കെയിലില് 0 ആകുമ്പോഴത്തേക്കും എത്ര കിട്ടും, 273.15 കെൽവിൻ കിട്ടും. കെൽവിൻ ആണ് യൂണിറ്റ്, കെൽവിൻ K. ഓക്കെ, കെൽവിൻ K. 0 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ എത്രയാണ്, 273.15. നമുക്ക് ഇത് രണ്ടും എന്ത് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്വന്തമാക്കിയാണേ, മാറ്റിട്ടല്ലോ, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. നോക്കിയാണേ, ഇതാ ഈ വാല്യൂ ഒക്കെയാണ് T ഈക്വൽ ടു 273.15 പ്ലസ് T. അപ്പൊ ഈ ടെമ്പറേച്ചർ T എന്ന് കാണിക്കാനായിട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ TT ഇടാണ്. TT ഈക്വൽ ടു 273.15 പ്ലസ് T. T0 ഈക്വൽ ടു 273.15. ഓക്കെ, ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നോക്കിയോ, Vt ഈക്വൽ ടു V0 ഇൻറ്റു 273.15 പ്ലസ് T. നമുക്ക് എന്ത് വിളിക്കാം, TT ബൈ 273.15 എന്ത് വിളിക്കാം, T0. ഓക്കെ, സ്വന്തമായിക്കാണേ, ബാക്കിയെല്ലാം വായിക്കാണേ. അപ്പം Vt ഈക്വൽ ടു V0 ഇൻറ്റു TT ബൈ T0 കിട്ടിയില്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഈ V0 താഴെ കൊണ്ടുവരാം. Vt ബൈ V0 ഈക്വൽ ടു TT ബൈ T0. അതായത് നമുക്ക് Vt രണ്ടാമത്തെ ടെമ്പറേച്ചർ അല്ലേ, V0 ആദ്യത്തെ ടെമ്പറേച്ചർ, TT രണ്ടാമത്തെ ടെമ്പറേച്ചർ ആണ്, V0 ആദ്യ ടെമ്പറേച്ചർ. അപ്പൊ ജനറൽ എഴുതാം V2 ബൈ V1 ഈക്വൽ ടു T2 ബൈ T1. അഥവാ നിങ്ങൾ എഴുതാം V2 ബൈ V1 ഈക്വൽ ടു T2 ബൈ T1 ആണല്ലോ. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ എങ്ങനെ എഴുതിക്കുക, V2 ഇൻറ്റു അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം V1 ഇൻറ്റു T2 ഈക്വൽ ടു അല്ലെ, V1 ഇൻറ്റു T2 ഈക്വൽ ടു V2 ഇൻറ്റു T1. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഏതെങ്കിലും ഒരെണ്ണം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. V1 T2 ഈക്വൽ ടു V2 T1 അല്ലെങ്കിൽ V2 ബൈ V1 ഈക്വൽ ടു T2 ബൈ T1. ഇതാണ് ഏറ്റവും എളുപ്പം, ഓർത്തേക്ക് എളുപ്പമാണ്. V2 ബൈ V1 ഈക്വൽ ടു T2 ബൈ T1. നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇക്വേഷൻ V1 T2 ഈക്വൽ ടു V2 T1 അല്ലേ. V1 T2 ഈക്വൽ ടു V2 T1 ഒരു കോൺസ്റ്റന്റ് ആണെന്ന് മനസ്സിലാക്കാം അല്ലേ, കോൺസ്റ്റന്റ് ആണ്. അഥവാ V by T ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ആണല്ലോ. V by T ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ്.
ബി ഈക്വൽ ടു ടി ഇൻറ്റു കെ. നോക്ക്, ബി ഈക്വൽ ടു ടി ഇൻറ്റു കെ. അഥവാ അങ്ങനെ പറയാം, ബി ഈസ് പ്രൊപ്പോർഷണൽ ടു ടി ടെമ്പറേച്ചർ. ബി ഈസ് പ്രൊപ്പോർഷണൽ ടു ടി ടെമ്പറേച്ചർ ആണല്ലോ. ഈ ടി എന്താണ്? കെൽവിൻ ടെമ്പറേച്ചർ ആണ്, അല്ലെങ്കിൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ വേറെ പേരുണ്ട് തെർമോഡൈനാമിക് സ്കെയിൽ എന്ന് വിളിക്കും. ഓക്കെ, ബി പ്രൊപ്പോർഷണൽ ടു ടി. ശരിക്കും എന്ത് പറയാം നമുക്ക്? വോളിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വോളിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമുക്ക് ഈ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് ഇത് കൊണ്ടുവരാം. നോക്കിയോ, ബി പ്രൊപ്പോർഷണൽ ടു ടി. പ്രൊപ്പോർഷൻ മാറ്റാനായിട്ട് ബി ഈക്വൽ ടു ടി ഇൻറ്റു കെ ആണല്ലോ. കെ കൊണ്ടുവന്ന ടി കൊണ്ടുവന്ന ബി ബൈ ടി ഈക്വൽ ടു കെ. ബി ബൈ ടി ഈക്വൽ ടു കെ. ഓക്കെ ആണ്. അപ്പം ബി ബൈ ടി ബി ടു ബൈ നോക്കിയാണ് ഇവിടെ എഴുതാം. ബി ടു ബൈ ടി ടു ഈക്വൽ ടു ബി വൺ ബൈ ടി വൺ എന്ന് വരും അല്ലേ. അപ്പൊ എഴുതാം ബി ടു ബൈ ബി വൺ. ബി ടു ബൈ ബി വൺ ഈക്വൽ ടു ഇത് മോളിപ്പോഴത്തേക്കും ടി ടു ബൈ ടി വൺ, അഥവാ ബി വൺ ടി ടു ഈക്വൽ ടു ബി ടു ടി വൺ. എങ്ങനെ വേണമെങ്കിലും കൊണ്ടുവരാം. ഓക്കെ, ഇതോടുകൂടി ചാർട്സ് ലോ കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അല്ല, ഗ്രാഫ് വരയ്ക്കാണ്ടല്ലേ, ഗ്രാഫ് വരയ്ക്കാണ്ട് പറഞ്ഞുതരാം. ഒരിക്കലും പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബി ടു ബൈ ബി വൺ ഈക്വൽ ടു ടി ടു ബൈ ടി വൺ വരും. സോ ക്രോസ് ചെയ്യാം. വി വൺ ടി ടു ഈക്വൽ ടു വി ടു ടി വൺ അവിടെ നിൽക്കട്ടെ. വി വൺ ടി ടു ഈക്വൽ ടു വി ടു ടി വൺ ഒരു കോൺസ്റ്റന്റ് ആണ് ആണല്ലോ. അപ്പൊ ബി ബൈ ടി ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് കിട്ടും. ബി ബൈ ടി ഈക്വൽ ടു കോൺസ്റ്റന്റ് കിട്ടും. അപ്പം ബി ഈക്വൽ ടു ടി ഇൻറ്റു കെ. ബി ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ടി ആണല്ലോ. ഇതാണ് ഇമ്പോർട്ടന്റ്. ഇതാണ് മാത്തമെറ്റിക്കൽ അല്ലേ. ബി ഈക്വൽ ടു ബി പ്രൊപ്പോർഷണൽ ടു ടി, അഥവാ ബി ഈക്വൽ ടു ടി ഇൻറ്റു കെ. ഓക്കെ, അത് ഒരു പ്രൊപ്പോർഷണൽ മാറ്റാനായിട്ട് ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഞാൻ മായ്ക്കാം. ഗ്രാഫ് വരയ്ക്കാറുണ്ട്. മായ്ക്കാണേ. അപ്പൊ ചാർട്സിൽ പറയുന്നത് എന്താണ്? പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ, പ്രഷർ മാറ്റാതിരുന്നു കഴിഞ്ഞാൽ വോളിയം എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആണ്. പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇതാണ് എന്ത്? ചാർട്സ് ലോ. ഇതാണ് പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഗ്രാഫ് വരയ്ക്കാം. നോക്കിയോ, വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണ് അല്ലേ. വോളിയവും ടെമ്പറേച്ചർ നോക്കിയാണേ. നോക്കിയോ, ഗ്രാഫ് ഇതാ ഇങ്ങനെ വരും. അതായത് പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഇത് P1 പ്രഷർ ആകുമ്പോഴത്തേക്കും, ഇത് P2 പ്രഷർ ആകുമ്പോൾ, അല്ലെങ്കിൽ തിരിച്ചു വരയ്ക്കാം നല്ലത്. ഇത് P1, ഇത് P2, ഇത് P3. പറയാൻ കാരണം P1-നെക്കാളും പ്രഷർ കൂടുതലാണ് P2, P2-നെക്കാളും പ്രഷർ കൂടുതലാണ് P3. അതായത് പ്രഷർ കൂടുന്നതോറും ഗ്രാഫ് എന്ത് ചെയ്യും? താഴോട്ട് വന്നുകൊണ്ടിരിക്കും. പ്രഷർ കൂടി കഴിഞ്ഞാൽ പ്രഷർ കൂടി എന്ത് ചെയ്യും? വോളിയം കുറയണ്ടേ? അത് ആലോചിച്ചാൽ മതി. പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും? വോളിയം കുറയും. പ്രഷർ കൂടിയ വോളിയം കുറയും. ആലോചിച്ചാൽ മതി. ഗ്രാഫ് എന്ത് ചെയ്യും? താഴോട്ട് വരും. ഓക്കെ, പ്രഷർ കൂടിയ ഗ്രാഫ് താഴോട്ട് വരും. എവിടെ നോക്കിയാണ് ഈ വാല്യൂ നടുക്കുന്ന നില അനുസരിക്കണേ. ശരിക്കും ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, ഓക്കെ, ഇത് സ്ട്രെയിറ്റ് വരയ്ക്കണം. എനിക്ക് എന്റെ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ഗ്രാഫ് ഇങ്ങനെ ആയിപ്പോയതാണേ. ഇതെല്ലാം ഡിസ്റ്റൻസ് കാണാൻ പറ്റും. എല്ലാം സ്ട്രെയിറ്റ് ലൈനാണ്. ഓക്കെ, ഇതെല്ലാം വന്ന് കാരണം സ്ട്രെയിറ്റ് ലൈനാണ്, വളവൊന്നുമില്ല, ഒറ്റ ലൈനാണ്. നിങ്ങൾ സ്കെയിലും പെൻസിലൊക്കെ വരയ്ക്കുമ്പോൾ കറക്റ്റ് വരച്ചാൽ മതി. എന്താ ഈ ഒരു വാല്യൂ ഇല്ലേ? ഈ വാല്യൂല് വോളിയം ഈക്വൽ ടു എത്ര? 0 അല്ലേ? ഇവിടെ വോളിയം ഈക്വൽ ടു 0 അല്ലേ? അപ്പൊ ഈ ടെമ്പറേച്ചർ ആണ് -273.15 ഡിഗ്രി സെൽഷ്യസ്. അതായത് -273.15 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? വോളിയം ഈക്വൽ ടു 0. ഇതിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് 0. കാരണം എന്താണ്? ഇവിടെ എന്താ? വോളിയം ഈക്വൽ ടു 0. നമ്മളൊരു ഇക്വേഷൻ എഴുതിയില്ലേ? Vt ഈക്വൽ ടു V0 into 273.15 plus T divided by 273.15. നോക്കടാ, ഈ ടെമ്പറേച്ചർ അല്ലേ നമ്മൾ ഈ പറഞ്ഞ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഈ T -273.15 എന്ത് സംഭവിക്കും? ഈ വാല്യൂ തമ്മിൽ കട്ടായി പോയിട്ട് 0 വരും. സോ Vt ഈക്വൽ ടു 0 വരും. വോളിയം എന്ത് ചെയ്യും? അപ്പോഴും Vt ഈക്വൽ ടു 0 വരും, അഥവാ വോളിയം ഈക്വൽ ടു 0 വരും. അപ്പം ഈ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ ഇത് സംഭവിക്കും? വോളിയം ഈക്വൽ ടു 0 ആവും. ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. അത്രയും ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല. ഈ ടെമ്പറേച്ചർ അറിയപ്പെടുന്ന പേരാണ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മള് ചാർട്സ് ലോ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഗ്രാഫ് എല്ലാം എന്താണ്? പ്രഷർ കോൺസ്റ്റന്റ് അല്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് ഐസോബാർ. ഐസോ മീൻസ് സെയിം, ബാർ പ്രഷറിന്റെ യൂണിറ്റ്. സോ സെയിം പ്രഷറിലാണ് എന്ത് ചെയ്യണേ? ഈ ഗ്രാഫ് വരയ്ക്കണേ. വീണ്ടും പറയാം, ഇത് സ്ട്രെയിറ്റ് ആണ്, ഏകദേശം ഇങ്ങനെ പറഞ്ഞായിരുന്നു.
കുറച്ച് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും? ഏകദേശം എല്ലാം ഓക്കെ. ഇതെല്ലാം ടോട്ടൽ വരയ്ക്കാം. ഓക്കെ, എല്ലാം ഒരു പോയിന്റ് മീറ്റ് ചെയ്യണം കേട്ടോ. സ്ട്രെയിറ്റ് ആണ്, ഞാൻ വരച്ചപ്പോ അങ്ങനെ ആയി പോയതാണ്. ഓക്കെ, അടുത്ത ലോയിലോട്ട് പോവാം. വായിക്കണേ. ഇനി അടുത്ത ലോ നോക്കാം. അടുത്ത ലോയാണ് ഗേ-ലൂസാക്സ് ലോ. അതായത് ഈ ലോയിൽ പറയണത്, ഞാൻ വോളിയം കോൺസ്റ്റന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പ്രഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ഇതാണ് പറഞ്ഞത്. വോളിയം കോൺസ്റ്റന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പ്രഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ടെസ്റ്റിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അതായത് നല്ല ചൂടുള്ള ദിവസം വെച്ചോ, അതായത് ഹോട്ട് ഒരു സമ്മർ ഡേ ആണെന്ന് വെച്ചോ, ആ സമയത്ത് നമ്മുടെ ടയറൊക്കെ ഇല്ലേ, വണ്ടി ടയറൊക്കെ എന്തെന്ന് അറിയാമോ, പ്രഷർ കൂടിയിട്ട് എന്ത് ചെയ്യും, ചില പൊട്ടും. കാരണം എന്താണ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും, പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും, ഒരുപാട് പ്രഷർ ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ടയറിന് താങ്ങാൻ പറ്റില്ല, അപ്പൊ എന്ത് ചെയ്യും, പൊട്ടും. അതേപോലെ തന്നെ ഒരു തണുത്ത ദിവസമാണെന്ന് വെച്ചോ, കോൾഡ് അതായത് വിന്ററൊക്കെ ആണെങ്കിൽ അറിയാമോ, ഈ ടയറിന്റെ ഒക്കെ പ്രഷർ കുറയും. കാരണം അതാണ്, ടെമ്പറേച്ചർ കുറയുമ്പോൾ പ്രഷർ കുറയും. ഇതാണ് ടെസ്റ്റ് കൊടുത്ത ഉദാഹരണം. എന്ത് ലോയാണ്? ഗേ-ലൂസാക്സ് ലോ. എങ്ങനെയാണ് പറയണത്? വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓക്കെ, പ്രൊപ്പോർഷണൽ മാറ്റി എന്ത് ചെയ്യാം, സോറി, ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യാം. P = K × T. ഓക്കെ, ബാക്കി നേരത്തെ പോലെ ഇക്വേഷൻ എഴുതാൻ നമുക്ക് അറിയാം. സോ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ടെമ്പറേച്ചറിലോട്ട് പോവാം. ഗ്രാഫ് നോക്കാം. ഓക്കെയാണേ, പ്രഷറും ടെമ്പറേച്ചറും പ്രൊപ്പോർഷണൽ അല്ലേ, വരയ്ക്കാം. ഇതെന്ന് പറയുന്നത് വോളിയം, ഒരു വോളിയം, ഇത് അടുത്ത് വേറെ വോളിയം, ഇത് വേറെ വോളിയം. ഇതൊക്കെയാണേ. വോളിയം കൂടുന്നതനുസരിച്ച് പ്രഷർ കുറയണ്ടേ? അപ്പം ഇത് ഒന്നാമത്തെ വോളിയം, ഇത് രണ്ടാമത്തെ വോളിയം, ഇത് മൂന്നാമത്തെ വോളിയം. വോളിയം കൂടിയപ്പോഴത്തേക്കും പ്രഷർ കുറവ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ വോളിയം ഏറ്റവും കൂടുതൽ. ഓക്കെ, വോളിയം കൂടി, V1 നിന്ന് V2 ആകുമ്പോൾ വോളിയം കൂടി, V2 V3 വീണ്ടും വോളിയം കൂടി. അപ്പൊ എന്ത് ചെയ്യണം, പ്രഷർ കുറയണം. അപ്പൊ ഈ ഗ്രാഫ് ഓർത്ത് വയ്ക്കുക. ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണ്. V3 ആണ് ഏറ്റവും വലുത്, V2 നെക്കാളും കുറവ്, V1 നെക്കാളും കുറവ്. ഇതാണ് ഇതുപോലെ V3 ആണ് കൂടുതൽ, V2 കുറവ്, V1 നെക്കാളും കുറവ്. അങ്ങനെ എഴുതണം, എല്ലാത്തിലും എഴുതണം. എനിക്ക് കാണിച്ചില്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ടെസ്റ്റിൽ കോൺസ്റ്റന്റ് K3, K2, K1 അങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് ഒരു ഓർഡറിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് ഓരോ ടെമ്പറേച്ചർ കൊടുക്കുന്നേ ഉള്ളൂ. കോൺസ്റ്റന്റ് ആണ് കൊടുക്കാം. ഓക്കെ, ഇത്രയുള്ള നമുക്ക് എന്ത് പറയാം, ഗേ-ലൂസാക്സിനെ കുറിച്ച് പറയാൻ. അടുത്ത് നോക്കാം. വേറെ കാര്യം പറഞ്ഞോട്ടെ, ജസ്റ്റ് P = K × T വേണമെങ്കിൽ എന്ത് ചെയ്യാം, P/T = കോൺസ്റ്റന്റ് എഴുതാം. ഓക്കെ, ബാക്കി നേരത്തെ എഴുതാനൊക്കെ വേണമെങ്കിൽ ഫുള്ള് ഡെറൈവ് ചെയ്യാം കേട്ടോ. അപ്പൊ P1/T1 = P2/T2 അല്ലേ? അപ്പൊ P1/T2 = P2/T1 ഇതൊക്കെ പറഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യാ, ഇക്വേഷൻ പഠിച്ചു വെക്കാം. വെറുതെ പറയുന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് അറിയാം. ഇത് എഴുതി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, എന്നൊക്കെയാണ്. ഇതില് വോളിയം കോൺസ്റ്റന്റ് അല്ലേ, ഈ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ഐസോകോർ. ഓക്കെയാണ്, ഈ ലൈനെ വിളിക്കുന്ന പേരാണ് ഐസോകോർ. കാരണം എന്താണ്, വോളിയം കോൺസ്റ്റന്റ് ആണ്. ഈ ഗ്രാഫാണ് അപ്പം ഐസോകോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മള് ബോയ്ൽസ് ലോ പഠിച്ചപ്പോഴത്തേക്കും പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു. ചാൾസ് ലോ പഠിച്ചപ്പോഴത്തേക്കും വോളിയം ടെമ്പറേച്ചർ തമ്മിലുള്ള റിലേഷൻ ആണ്. അടുത്ത ഗേ-ലൂസാക്സ് ആണെങ്കിലോ പ്രഷറും ടെമ്പറേച്ചർ തമ്മിലുള്ള റിലേഷൻ ആണ്. ഓക്കെ, അടുത്ത ലോയിലോട്ട് പോവാം. മൈക്കാണേ. ഓക്കെ, നമുക്ക് അടുത്ത ലോ നോക്കാം. അടുത്ത ലോയാണ് അവഗാഡ്രോസ് ലോ. ഓക്കെ, അവഗാഡ്രോ ലോ പറയണ ഇത്രയേ ഉള്ളൂ. നീ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെങ്കിൽ, ഇതൊക്കെയാണ് പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ വോളിയം ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ്. എന്താണ് വോളിയം എന്ന് പറയുന്നത്? നമ്പർ ഓഫ് മോൾസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇങ്ങനെയാണ്. പ്രഷറും ടെമ്പറേച്ചറും നീ കോൺസ്റ്റന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ, പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? നമ്പർ ഓഫ് മോൾസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. വോളിയം എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്താണെന്ന് പറയണേ, അവഗാഡ്രോ ലോ പറയണേ. V = K × N. K4 വരും അല്ലേ, നാലാമത്തെ അല്ലേ, K4 വരും. നേരത്തെ പറഞ്ഞു 1, 2, 3, 4 ഓർഡറിൽ എഴുതുന്നതാണ്. സോ ഇവിടെ K4 വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് K മാത്രം എഴുതാം, നിങ്ങളുടെ ചോയ്സ്. ഇതൊക്കെ ഈ ലോ പറയുന്ന ഒരു രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. വേറെ ഒന്നുമല്ല, അത് ഇൻഡയറക്ട്ലി പറയുന്നതാണ്. നോക്കിയോ, അല്ലെങ്കിൽ ഡയറക്ട്ലി പറയണമെന്ന് പറയാം. ഞാൻ എന്താ 2 ഗ്യാസ് എടുത്ത്, ഒരു ഹൈഡ്രജൻ ഗ്യാസ് എടുത്ത് ഒരു ഓക്സിജൻ ഗ്യാസ് എടുക്കാം. ഹൈഡ്രജനും ഓക്സിജനും ഗ്യാസ് എടുത്ത്
രണ്ടിന്റെ പ്രഷർ ഒരുപോലെ ആക്കി. പ്രഷർ ഉദാഹരണത്തിന് ഞാൻ ഇതിന്റെ 180 ഇതിന്റെ 180 ഇതിന്റെ വോളിയം അല്ല ടെമ്പറേച്ചർ ഒരു 10 കെൽവിൻ, ഇതിന്റെ ടെമ്പറേച്ചർ 10 കെൽവിൻ ആണെന്ന് വെച്ചോ. ഞാൻ പറഞ്ഞില്ലേ പ്രഷറും ടെമ്പറേച്ചറും സെയിം ആക്കി ഒഴിച്ചു കഴിഞ്ഞാൽ വോളിയം എന്ത് ചെയ്യും? ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. ഇതിന്റെ നമ്പർ ഓഫ് മോൾസ് 1 ആണെന്ന് സങ്കല്പിച്ചോ, ഇതിന്റെ നമ്പർ ഓഫ് മോൾസ് 1 ആണെന്ന് സങ്കല്പിക്കൂ. അങ്ങനെയാണെങ്കിൽ രണ്ടിന്റെയും വോളിയം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം അല്ലേ? കാരണം പ്രഷർ രണ്ട് ഈക്വല്, ടെമ്പറേച്ചർ രണ്ട് ഈക്വല്, നമ്പർ ഓഫ് മോൾസും ഈക്വൽ ആണെങ്കിൽ വോളിയം എന്തായിരിക്കണം? ഒരുപോലെ ആയിരിക്കണ്ടേ അല്ലെ? എന്നാലും ഈ ലോ പറയണേ ആണ്, അങ്ങനെയാണ്. എന്നൊക്കെയാണേ ഈ ഒരു നമ്പർ പഠിക്കാണ്ട് അവഗാഡ്രോ നമ്പർ എന്ന് പറയും. അവഗാഡ്രോ നമ്പർ NA അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ 6.022 into 10⁻23. ഈ നമ്പർ പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പഠിച്ചതാണ് കഴിഞ്ഞ വർഷം. അവഗാഡ്രോ നമ്പർ NA = 6.022 into 10⁻23. അതായത് ഞാൻ ഏതൊരു ഗ്യാസും STP എടുക്കുകയാണെങ്കിൽ, STP മീൻസ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഒരു ഏതൊരു ഗ്യാസും ഞാൻ STP എടുക്കുകയാണെങ്കിൽ, ആ ഏത് ഗ്യാസ് ആയിക്കോട്ടെ, ഏത് ഗ്യാസ് എടുത്താലും ആ ഗ്യാസ് STP എടുക്കണമെങ്കിൽ അതിന്റെ വോളിയം 22.7 ലിറ്റർ ആയിരിക്കും. 22.7 ലിറ്റർ ആയിരിക്കും. ശ്രദ്ധിക്കണേ, ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചത് 22.4 ലിറ്റർ എന്നല്ലേ? രണ്ടും ശരിയാണ്. ഇവിടെ എടുത്തേക്കുന്ന STP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273.15 കെൽവിനും അല്ലെങ്കിൽ കെൽവിനും, പ്രഷർ എന്ന് പറയുന്നത് 1 ബാർ പ്രഷർ ആണ്. ഇവിടെ ആണെങ്കിലോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് 273.15 കെൽവിനും, പ്രഷർ എന്ന് പറയുന്നത് 180 m പ്രഷർ ആണ്. 180 m പ്രഷർ എടുത്താൽ 22.4 ലിറ്റർ വരും. 1 ബാർ എടുത്തു കഴിഞ്ഞാൽ 22.7 ലിറ്റർ കിട്ടും. നിങ്ങൾക്ക് ടീച്ചർ ഏതാണോ പഠിപ്പിക്കുന്നത് അത് ഫോളോ ചെയ്യുക. ഇതും ശരിയാണ്, പക്ഷെ ഇത് പഴയ വെർഷനാണ്, പഴയ ഫോളോ ഒക്കെയാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് ആംബിയന്റ് പ്രഷർ ടെമ്പറേച്ചർ എടുക്കുന്നുണ്ട്. അതാണെങ്കിൽ 24.7 വരും. ഓക്കെ, അപ്പൊ ടീച്ചർ ഏതാണോ പറയണത് അത് ഫോളോ ചെയ്യാം. ഓക്കെ, ഇതാണ് കുറച്ചുകൂടെ ശരി, കാരണം ഇപ്പോഴത്തെ ഇതാണ് ഉപയോഗിക്കണേ. ഇത് പണ്ട് പോലെ ഉപയോഗിച്ചിരുന്നതാണ്, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആകുന്നത് എന്ന് പഠിക്കണമെങ്കിൽ ഞാൻ 10ാം ക്ലാസ്സിന് നല്ല വിശദീകരിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഉപയോഗം ചെയ്യും. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് എണ്ണം ഈക്വൽ ആവണേന്ന് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ലിങ്ക് ഇട്ടേക്കാം, കാണാൻ താല്പര്യമുള്ളവർ കാണുക. ഞാൻ നിർബന്ധിക്കുന്നില്ല, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണേ ഞാൻ പറഞ്ഞ് നമ്പർ ഓഫ് മോൾസ്. ഈ നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കും? അതായത് STP എടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാസിന്റെ വോളിയം എത്രയായിരിക്കും? ഈ പറഞ്ഞ 22.7 ലിറ്റർ ആയിരിക്കും. അതേസമയം അതിനകത്ത് ഇത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഏത് ഗ്യാസാണ് എടുക്കുന്നത് ആ ഗ്യാസ് ഇത്രയും എണ്ണം ഉണ്ടായിരിക്കും, നമ്പർ ഓഫ് മോൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് അവഗാഡ്രോ ലോവിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇത്ര വോളിയത്തിനകത്ത് ഇത്ര നമ്പർ ഓഫ് ആറ്റം ഉണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് മോളിക്യൂൾ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് അവഗാഡ്രോ ലോയുടെ ഇമ്പോർട്ടൻസ്. ബാക്കി നോക്കാം, ബാക്കിയാണേ. ഇനി നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു മാസ് ഓഫ് ദി ഗ്യാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദി ഗ്യാസ് അല്ലേ? ഇതൊക്കെ ഞാൻ ആ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്നും. ഇതിനെ കാണാൻ പറ്റും, കാണുക. N equal to mass of the gas divided by molar mass of the gas. ഓക്കെ, എന്തുകൊണ്ടാണ് വിശദീകരിക്കാത്തതെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പൊ ഞാൻ വീണ്ടും അതിനെ കുറിച്ച് ഡീറ്റെയിൽ എടുക്കേണ്ട കാര്യമില്ല, നമുക്ക് അത്ര എടുത്ത് പോകാനില്ല നമുക്ക്. അതുകൊണ്ടാണ് നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു മാസ് ഓഫ് ദി ഗ്യാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഇവിടെ നിന്നൊക്കെ നമ്മുടെ ഇക്വേഷൻ പഠിച്ചില്ലായിരുന്ന V equal to K into N എന്നല്ലേ പഠിച്ചേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ? V പ്രൊപ്പോർഷൻ എന്നല്ലേ പഠിച്ചേ? K into N ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V equal to K into M by M ആണല്ലോ. M by M, ഈ M ഇവിടെ കൊണ്ടുവരണേ. അപ്പൊ എന്താ? M into V equal to K into M ആണല്ലോ. M into V equal to K into M. V താഴെ കൊണ്ടുപോവാം. M equal to K into M by V. K into M by V. Mass by volume equal to density. Molar mass equal to K into density. ഇതൊക്കെ molar mass equal to K into D. K എന്നത് കോൺസ്റ്റന്റ്. പകരം മാറ്റാം. Mass is proportional to density. അല്ലേ? അപ്പൊ
അപ്പോഴത്തേക്കും ഡെൻസിറ്റിക്ക് എന്താണ് പ്രൊപ്പോർഷണൽ ആണത് മോളാർ മാസ്. മോളാർ മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡെറൈവ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഡെറൈവ് ചെയ്യുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഡെൻസിറ്റിക്ക് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ആണ് നമ്മുടെ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ബാക്കി നോക്കാം. ബാക്കിയാണേ. പിന്നെ അടുത്ത ടോപ്പിക് ആണ് ഐഡിയൽ ഗ്യാസ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഐഡിയൽ ഗ്യാസിന്റെ പ്രോപ്പർട്ടീസ് എഴുതാനായിട്ട്. ശരിക്കും ഇങ്ങനെ ഒരു ഗ്യാസ് ഇല്ല, ഇങ്ങനെ ഒരു ഗ്യാസേ ഇല്ല. ഐഡിയൽ ആണ്, നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. ഈ ഗ്യാസ് എങ്ങനെ ഉണ്ടാകുന്ന അറിയാമോ? നമ്മുടെ ഈ പറഞ്ഞ ബോയ്ൽസ് ലോ, അതുപോലെ ചാൾസ് ലോ, പിന്നെ അവഗാഡ്രോ ലോ. ഈ 3 ലോയും സ്ട്രിക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് പാലിക്കുന്ന ഒരു ഗ്യാസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐഡിയൽ ഗ്യാസ് എന്ന് പറയണേ. അങ്ങനെ ഒരു ഗ്യാസ് ഇല്ല. ഇറ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ ഗ്യാസ്. ഹൈപ്പോത്തറ്റിക്കൽ ഗ്യാസ്, തീർച്ചയായിട്ടും ഗ്യാസ് ആണ്. ഇങ്ങനെ ഒരു ഗ്യാസ് ഇല്ല. ഹൈപ്പോത്തറ്റിക്കൽ ഗ്യാസ്, ഇങ്ങനെ ഒരു ഗ്യാസ് ഇല്ല. ഇതൊരു ഐഡിയൽ കണ്ടീഷൻ ആണ്. ഒരിക്കലും അങ്ങനെ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റില്ല. ഇവിടുത്തെ പ്രത്യേകത അറിയാമോ? ഇവിടെ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഒന്നുമില്ല. ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഇല്ല. ഓക്കെ, ഇല്ല. അങ്ങനത്തെ ഒരു ഗ്യാസിലാണ് നമ്മൾ എന്താ പറയണേ? ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഗ്യാസിനെ മാത്രമേ ബോയ്ൽസ് ലോയും ചാൾസ് ലോയും അവഗാഡ്രോ ലോയും സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ റിയൽ കണ്ടീഷൻ എന്ത് വരും? ഈ പറഞ്ഞ ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്തെയും ഉണ്ടാവും. ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ലോ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? പാലിക്കില്ല. അല്ലെങ്കിൽ ആ പറഞ്ഞ ഇന്റർമോളിക്കുലർ ഫോഴ്സ് നെഗ്ലിജിബിൾ കണ്ടീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചു നേരത്തെങ്കിലും ഈ പറഞ്ഞ ലോ പാലിക്കും. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഫുള്ളായിട്ട് അതുപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല? പാലിക്കാൻ പറ്റില്ല. അതാണ് നമ്മളെ റിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ടെസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്യുന്നത്. ഇത് ഒരു മോഡൽ മാത്രം. ഈ മോഡൽ ചെയ്യുമ്പോഴത്തേക്കും ബാക്കി എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവും. ഓക്കെ, നോക്കിയാണേ. എ ബലൂൺ ഈസ് ഫിൽഡ് വിത്ത് ഹൈഡ്രജൻ അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജൻ ഫിൽ ചെയ്തു ഒരു ബലൂണിൽ. ഇറ്റ് വിൽ ബേസ്റ്റ്, അത് പൊട്ടും. എപ്പോഴാണ്? ഇഫ് ദ പ്രഷർ എക്സീഡ് 0.2 ബാർ. 0.2 ബാറിൽ കൂടുതലാവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ ബലൂൺ പൊട്ടും. ഓക്കെ, ഇഫ് അറ്റ് 1 ബാർ പ്രഷർ, 1 ബാർ പ്രഷർ ഉണ്ടെങ്കിൽ ദ ഗ്യാസ് ഒക്യുപ്പൈസ് 2.27 ലിറ്റർ വോളിയം. 1 ബാർ പ്രഷർ ആണെങ്കിൽ അതിന്റെ വോളിയം എത്രയാണ്? 2.27 ലിറ്റർ ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ് ടു വാട്ട് വോളിയം ദ ബലൂൺ ബി എക്സ്പാൻഡഡ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തുമാത്രം വോളിയത്തിൽ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ബലൂൺ എക്സ്പാൻഡ് ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമുക്ക് ടെമ്പറേച്ചറെ പറ്റി ഒന്നും പറയുന്നില്ല. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. റൂം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ ഒന്നും മാറുന്നില്ലല്ലോ, റൂമിൽ അങ്ങനെയാണ് നിൽക്കുകയാണ്. സോ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. പ്രഷറും വോളിയം എന്ത് ലോയാണ്? ബോയ്ൽസ് ലോ അല്ലേ? ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. സോ കോൺസ്റ്റന്റ് ആണ്. വോളിയം പ്രഷറും തമ്മിലുള്ള ബന്ധം അപ്പൊ ആരാണ്? എന്ത് ലോ? ബോയ്ൽസ് ലോ. അപ്പൊ നോക്കിയാണേ, നമ്മളെ ലോയിൽ പഠിച്ചതാണ് P1 V1 ഈക്വൽ ടു P2 V2 അല്ലേ? ഒന്നെങ്കിൽ ഇത് കാണാൻ പഠിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ആ ഡെറിവേഷൻ ചെയ്തെടുക്കുന്നത് നല്ലത്. അപ്പൊ കാണാൻ പഠിക്കണ്ട. ഓക്കെയാണെ. P1 എത്രയാണ്? ആദ്യത്തെ പ്രഷർ എത്ര? 1 ബാറിലാണെങ്കിൽ 2.27 അല്ലേ? അപ്പം പ്രഷർ P1 എത്ര? 1 ആണ് ഇൻറ്റു വോളിയം. 1 ബാർ ആണെങ്കിൽ 2.27 ലിറ്റർ ഈക്വൽ ടു P2 എത്ര? 0.2 ആക്കുമ്പോൾ വോളിയം എത്ര? വോളിയം കണ്ടുപിടിക്കണം അല്ലേ? V2. സോ V2 ഈക്വൽ ടു 1 into 2.27 divided by 0.2 അല്ലേ? ഇതിന്റെയും താഴെ വരും അല്ലേ? 0.2 ഈക്വൽ ടു, ഞാൻ ചെയ്ത് നോക്കുന്നില്ല, ടെസ്റ്റിലെ വാല്യൂ 11.35 ആണേ. അതായത് V2 0.2 പ്രഷർ ആയി കഴിഞ്ഞാൽ വോളിയം എന്ത് ചെയ്യും? 11.35 ആവും. ഇതിനേക്കാളും കൂടുതലല്ലേ പൊട്ടത്തുള്ളൂ? 0.2 പ്രഷറിനെക്കാളും കൂടുതലല്ലേ പൊട്ടത്തുള്ളൂ? അപ്പൊ 0.2-നെക്കാളും 11.35. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 11.35 വരെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. അതിനേക്കാളും താഴെ വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. 11.35 കഴിഞ്ഞാൽ പിന്നെ പൊട്ടാനുള്ള ചാൻസ് തുടങ്ങും. സോ അങ്ങനെ പറയാം, നമുക്ക് ബലൂണ് 11.35ക്ക് താഴെ വരെ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ അത്രയും വോളിയത്തിന് താഴെ വരെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ, ജസ്റ്റ് ഒന്ന് കാര്യം പറഞ്ഞോട്ടെ. 1 ബാർ പ്രഷർ ആയിരുന്നപ്പം 2.27. അടുത്ത പ്രഷർ കുറച്ച് 0.2 ആക്കി. അപ്പൊ വോളിയം കണ്ട 11.35 അല്ലേ? പ്രഷർ കുറച്ചപ്പം വോളിയം കൂടി. ബോയ്ൽസ് ലോ. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. നോക്കിയാണേ. ഓൺ എ ഷിപ്പ് സെയിലിംഗ് ഇൻ, ഇവിടെ പെസിഫിക് ഓഷൻ ആണ്. ഞാൻ ആ വാക്ക് ഒഴിവാക്കിയതാണ് സ്ഥലം ലഭിക്കാനായിട്ട്. ഓൺ എ ഷിപ്പ് സെയിലിംഗ് ഇൻ പെസിഫിക് ഓഷൻ വേർ ടെമ്പറേച്ചർ ഈസ് 23.4 ഡിഗ്രി സെൽഷ്യസ്.
എ ബലൂൺ ഈസ് ഫിൽഡ് വിത്ത് 2 ലിറ്റർ എയർ എന്നൊക്കെയാണ്. പസഫിക് ഓഷനിൽ ഞാൻ പറഞ്ഞില്ല സ്ഥലം ഇവിടെ ഇതൊക്കെയാണ്. പസഫിക് ഓഷനിൽ വെച്ച് ആ ഷിപ്പ് അവിടെ എന്തൊക്കെയാണ്. അപ്പോഴാണ് ടെമ്പറേച്ചർ 23.4 ഡിഗ്രി. ആ സമയത്ത് ഒരു ബലൂണിൽ 2 ലിറ്റർ എയർ ഉണ്ട്. ഓക്കെ, അപ്പൊ 2 ലിറ്റർ എയർ ഉള്ള ഒരു ബലൂണ് 23.4 ഡിഗ്രി സെൽഷ്യസിൽ നിൽക്കുകയാണ് ആണല്ലോ. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ബലൂൺ വെൻ ടെമ്പറേച്ചർ ഓഫ് ഓഷൻ റീച്ചസ് 26.1 ഡിഗ്രി. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, അത് പസഫിക് ഓഷനിൽ നിൽക്കുന്ന സമയത്ത് അതിന്റെ വോളിയം 2 ലിറ്റർ ആയിരുന്നു. ഇന്ത്യൻ ഓഷനിൽ എത്തുമ്പോഴത്തേക്കും അതിന്റെ വോളിയം എത്ര? അതാണ് ക്വസ്റ്റ്യൻ ശരിക്കും. ഓക്കെ, ഞാൻ പിന്നെ സ്ഥലം ലഭിക്കാനായിട്ട് ഒഴിവാക്കിയാണ് ക്വസ്റ്റ്യൻ. പസഫിക് ഓഷനിൽ പറഞ്ഞ ടെമ്പറേച്ചർ 23.4 ആണ്, ഇന്ത്യൻ ഓഷനിൽ 26.1. ഓക്കെ, അപ്പം 23.4 ഡിഗ്രി നിന്നും 26.1 ഡിഗ്രി ആയി ടെമ്പറേച്ചർ മാറുമ്പം വോളിയം എന്ത് മാത്രം ചേഞ്ച് ഉണ്ടാവും? ഇതാണ് ക്വസ്റ്റ്യൻ ശരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പ്രഷറിനെ പറ്റി ഒന്നും പറയുന്നില്ല. പ്രഷർ കോൺസ്റ്റന്റ് ആണ് അല്ലേ, ഓഷനിലല്ലേ. അപ്പൊ 1 atm പ്രഷർ ആണ്. സോ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള റിലേഷൻ ചാൾസ് ലോ എന്താണ്? B/T ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലേ. B/T ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ് നമ്മുടെ ഇക്വേഷൻ ആണല്ലോ. സോ നമുക്ക് എഴുതാം V1/T1 ഈക്വൽ ടു V2/T2 അല്ലേ. V1/T1 ഈക്വൽ ടു V2/T2. ഓക്കെ, V1 എത്ര? 2 ലിറ്റർ. ടെമ്പറേച്ചർ നോക്കിയാണെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഗ്രി സെൽഷ്യസിൽ അടങ്ങണേ. നമുക്ക് എന്ത് കണ്ടെത്തണം? കെൽവിനിൽ കണ്ടെത്തണം. ഞാൻ ആദ്യമേ പറഞ്ഞു എല്ലാം കെൽവിൻ സ്കെയിലാണ് ചെയ്യേണ്ടത്. സോ ഒന്നാമത് ടെമ്പറേച്ചർ എത്രയാണ്? T1 എന്ന് പറഞ്ഞാൽ 23.4 പ്ലസ് 273.15 എത്രയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക. അതുപോലെ T2 എന്ന് പറഞ്ഞാൽ 26.1 പ്ലസ് 273.15 ഡിഗ്രി ഈക്വൽ ടു. ഓക്കെ, ഞാൻ ഇത് കൂട്ടി സമയം കളയുന്നില്ല. ഞാൻ ഉത്തരം നോക്കിയിട്ടുണ്ട്. 296.4 കെൽവിനും അതുപോലെ 299.1 കെൽവിനും കേട്ടോ. ഇപ്പൊ തന്നെ വീഡിയോ ലെങ്ത് വളരെ കൂടിയിട്ടുണ്ട്. ഞാൻ ഇത് കൂട്ടിക്കൊണ്ടിരുന്ന സമയം നഷ്ടം, അതിന്റെ ആവശ്യമില്ല. അപ്പൊ നോക്കിയോ, T1 എത്ര? 296.4 കെൽവിൻ ഈക്വൽ ടു V2 എത്ര? V2 കണ്ടുപിടിക്കണം അല്ലേ. സോറി, V2 ഡിവൈഡ് ബൈ V1 സോറി T2 299.1 ഡിഗ്രി. 1 ഡിഗ്രി അല്ല, 1 കെൽവിൻ. ഇവിടെ നിന്ന് V2 കണ്ടെത്താം. നോക്കിയാണേ, നോക്കാം. V2 ഈക്വൽ ടു V2 into 296.4. V2 into 296.4 equal to 2 into 299.1. 2 into 299.1. So V2 equal to 2 into 299.1 divided by 296.4. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2.018 ലിറ്റർ. ഓക്കെ, അപ്പം ഇത്രയായിട്ട് എന്ത് ചെയ്യും? വോളിയം കൂടും. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വോളിയം കൂടണം. ഓക്കെ, ഇതല്ലേ ചാൾസ് ലോ പറയണേ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ മതിയാക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.